ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 7 വെള്ളി ഒട്ടനവധി മലയാള സിനിമകൾ തിയേറ്ററിലെത്തുകയാണ്. സാധാരണഗതിയിൽ ഈ സിനിമകളൊക്കെ തിയേറ്ററിലെത്തുമ്പോൾ വളരെ കുറച്ചു പേരൊഴിച്ച് മറ്റാരും അറിയാറില്ല. ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രൊമോഷന്റെ അഭാവം തന്നെയാണ്. ചില പ്രത്യേക സിനിമകൾക്ക് മാത്രം പ്രാധാന്യം നൽകുക, അല്ലെങ്കിൽ പ്രത്യേക നടന്മാരുടെ നടിമാരുടെ സിനിമകൾക്ക് മാത്രം പ്രാധാന്യം നൽകുക എന്നൊരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത് മുഖ്യധാരാ മാധ്യമങ്ങളായാലും ഓൺലൈൻ മാധ്യമങ്ങളായാലും ഈ രീതിയാണ് പിന്തുടരുന്നത്. എന്തായാലും എന്റെ ചാനലിൽ ഞാൻ ഇതുവരെയുള്ള സിനിമകൾ ഈ കേരളത്തിൽ തിയേറ്ററിലെത്തുന്ന മിക്കവാറും എല്ലാ സിനിമകളും പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഏതെങ്കിലും പ്രത്യേക നടന്മാരെയോ നടിമാരെയോ ഉദ്ദേശിച്ചല്ല, അതുപോലെ തന്നെ എന്തെങ്കിലും കാശ് വാങ്ങിച്ചുള്ള പ്രൊമോഷൻ പരിപാടിയൊന്നുമല്ല. നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് തന്നെ ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തുമെന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമായും സാധാരണ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക ഒരു സിനിമയായിരിക്കും, വിജയരാഘവൻ നായകനാകുന്ന ഔസേപ്പിന്റെ വസിയത്ത് എന്ന സിനിമ. ഫസൽ ഹസൻ തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമ നവാഗതനായ RJ ശരത് ചന്ദ്രനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. വിജയരാഘവനോടൊപ്പം ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, കനി കുസൃതി, സരിൻ ഷിഹാബ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. അരവിന്ദ് കണ്ണവീരൻ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണവും എഡിറ്റിംഗ് B അജിത് കുമാറുമാണ്. ചിത്രത്തിന് സംഗീതം പാർന്നിരിക്കുന്നത് സുരേഷ് പരമേശ്വർ, അക്ഷയ് മേനോൻ എന്നിങ്ങനെ രണ്ടുപേരാണ്. ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തുള്ളത് സെൻട്രൽ പിക്ചേഴ്സ് ആണ്. സെൻട്രൽ പിക്ചേഴ്സ് പോലെ അറിയപ്പെടുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഈ വിതരണം ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പേര് അറിയാൻ സാധ്യതയായത്. ഇന്ന് തിയേറ്ററിലെത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമയാണ് സജീദ് A സംവിധാനം ചെയ്ത വടക്കൻ. കിഷോർ, ശ്രുതി മേനോൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. സംസ്ഥാന അവാർഡ് ജേതാവായ ഉണ്ണി R ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഓഫ് ബീറ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ജയദീപ് സിംഗ്, ഭവ്യനിധി ശർമ്മ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ബിജി ബാലും ഛായാഗ്രഹൻ കെയ്ക്കോ നഗഹാരയുമാണ്. അക്കാദമി അവാർഡ് ജേതാവായ സൗണ്ട് ഡിസൈനർ റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെ ഇതിന്റെ സാങ്കേതിക സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അനുറാം തിരക്കഥ, നിർമ്മാണം, സംവിധാനം നിർവഹിക്കുന്ന മറുവശം എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. ചിത്രത്തിൽ പ്രശാന്ത് അലക്സാണ്ടർ, ശ്രീജിത്ത് രവി, സ്മിനു സിജോ, അഖിൽ പ്രഭാകർ എന്നിങ്ങനെയാണ് താരങ്ങൾ. മാർട്ടിൻ മാത്യു ആണ് ചിത്രത്തിന്റെ DOP. അജയ് ജോസഫ് സംഗീതം പാർന്നിരിക്കുന്നു. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് നിവൾ ജേക്കബാണ്. ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു എന്നിങ്ങനെ രണ്ടുപേർ ചേർന്നത് തിരക്കഥ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പരിവാർ. ജഗദീഷ്, ഇന്ദ്രൻസ്, അലക്സാണ്ടർ പ്രശാന്ത്, മുട്ടൈ രാജേന്ദ്രൻ എന്നിങ്ങനെയാണ് ഈ ചിത്രത്തിലെ താരങ്ങൾ. സജീവ് PK, അന്ന സജീവ് എന്നിങ്ങനെയാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിന് സംഗീതം പാർന്നത് ബിജി ബാലും. അൽഫാസ് ജഹാംഗീർ സിനിമാറ്റോഗ്രാഫിയും നിർവഹിക്കുന്നു. BS വിശാലാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSFDC നിർമ്മിക്കുന്ന പ്രളയശേഷം ഒരു ജലകന്യക എന്ന സിനിമയാണ് ഇന്നത്തെ 5ാമത്തെ റിലീസ്. ചിത്രം തിരക്കഥ സംവിധാനം ചെയ്തിരിക്കുന്നത് മനോജ് കുമാറാണ്. ആശ അരവിന്ദ്, ഗോകുലൻ, രഞ്ജിത്ത് ലളിതം, അനഘ മറിയ വർഗീസ്, അർജുൻ അമ്പാട്ട്, പ്രിയ ബാബു എന്നിങ്ങനെ ഒട്ടനവധി പുതുമുഖ താരനിരയാണ് അണിനിരന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ക്യാമറ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഹരികൃഷ്ണൻ ലോഹിതദാസ് ആണ്. എഡിറ്റിംഗ് മെൻഡോസ് ആന്റണിയും, മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിജയ് P ജേക്കബുമാണ്. നിലവിൽ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന മലയാള സിനിമകളിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുന്നത് ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 20 തിയേറ്ററിലെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ, ജഗദീഷ്, പ്രിയാമണി എന്നിവർ അഭിനയിച്ച ഈ സിനിമ 15ാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ചയും കേരള കളക്ഷനായി ഏകദേശം 55 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു. നിലവിൽ 15 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 24 കോടിക്ക് മുകളിലാണ്. 15 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് കളക്ഷനായി 44.45 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ലക്ഷ്മൺ ഉദയകർ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 14 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ചാവ. വിക്കി കൗശൽ, രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച 21 ദിവസം പിന്നിടുമ്പോൾ മികച്ച ഹോൾഡ് നിലനിർത്തി ഇപ്പോഴും മുന്നേറ്റം തുടരുകയാണ്. നിലവിൽ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് കളക്ഷനായി 680 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തിയേറ്ററിലെത്തുന്ന പുതിയ സിനിമകളെക്കുറിച്ചും നിലവിൽ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന സിനിമകളെക്കുറിച്ചും ഒക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.